ഉക്രൈൻ യുദ്ധമുഖത്ത് പുതിയ തന്ത്രപരമായ നീക്കങ്ങളുമായി റഷ്യൻ സൈന്യം മുന്നേറുന്നുവെന്ന റിപ്പോർട്ടുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കിഴക്കൻ ഉക്രൈനിലെയും ദക്ഷിണ മേഖലകളിലെയും നേരിട്ടുള്ള യുദ്ധത്തിന് പുറമെ ഉക്രൈന് ലഭിക്കുന്ന പാശ്ചാത്യ സൈനിക സഹായങ്ങളുടെ പ്രധാന സപ്ലൈ റൂട്ടുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ഇപ്പോൾ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കുന്ന ആയുധങ്ങളും മറ്റ് യുദ്ധ സാമഗ്രികളും യുദ്ധകളത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ട്രാൻസിറ്റ് കേന്ദ്രങ്ങളാണ് ഈ തുറമുഖങ്ങൾ. റൊമാനിയൻ അതിർത്തിയോട് ചേർന്നു കിടക്കുന്ന ഈ പ്രദേശങ്ങളെ ലക്ഷ്യമിടുന്നതിലൂടെ ഉക്രൈന്റെ അവശേഷിക്കുന്ന അന്താരാഷ്ട്ര വിതരണ ശൃംഖല പാടെ വിച്ഛേദിക്കുകയാണ് മോസ്കോയുടെ പ്രധാന ലക്ഷ്യം. റഷ്യൻ സൈനിക നിരീക്ഷകനായ യെവ്ഗെനി മിഖൈലോവ് സ്പുട്നിക്കിനോട് സംസാരിക്കുമ്പോൾ ഈ ആക്രമണങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചും വ്യക്തമാക്കി. റൊമാനിയ വഴി ഉക്രൈനിലേക്ക് കടക്കുന്ന വിതരണ പാതകളെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ഈ സ്ട്രൈക്കുകൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. കരിങ്കടലിലെ ഉപരോധത്തെ മറികടക്കാൻ ഉക്രൈൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഡാനൂബ് നദീതട തുറമുഖങ്ങളെയായിരുന്നു. കരിങ്കടൽ ദാനി കരാറിൽ നിന്നും മറ്റ് സമുദ്രപാതകളിൽ നിന്നും റഷ്യ പിന്മാറിയതിനു ശേഷം ഉക്രൈന്റെ സാമ്പത്തിക സൈനിക നീക്കങ്ങളുടെ ജീവനാഡിയായി ഇസ്മായിലും റെനിയും മാറിയിരുന്നു. റൊമാനിയൻ അതിർത്തിയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ആശങ്ക പരത്തുന്നുണ്ട്. നാറ്റോ അംഗരാജ്യമായ റൊമാനിയയുടെ തൊട്ടടുത്ത് വൻ സ്ഫോടനങ്ങൾ നടക്കുന്നത് മേഖലയിലെ സുരക്ഷാന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുന്നു. പോർട്ടോ റെയിൽ ശൃംഖല തകരുന്നതോടെ സഖ്യരാജ്യങ്ങളിൽ നിന്നും ഉക്രൈനിൽ നിന്നും എത്തുന്ന കനത്ത ആയുധങ്ങളും ടാങ്കുകളും ആർട്ടിലറി വെടിക്കോപ്പുകളും മുന്നണിയിലേക്ക് മാറ്റുന്നത് തികച്ചും സങ്കീർണമാക്കും. സാധാരണഗതിയിൽ കപ്പലുകൾ റെയിൽവേ വാഗണുകളിലേക്ക് മാറ്റി യുദ്ധമേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് ഉക്രൈൻ സ്വീകരിച്ചിരുന്നത്. പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെയും ഉക്രൈൻ സൈനിക നേതൃത്വത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ് റഷ്യയുടെ ഈ വ്യോമാക്രമണ തന്ത്രം. മുന്നണി പോരാട്ടത്തിൽ റഷ്യൻ സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ പാശ്ചാത്യ ആയുധങ്ങൾ അത്യാവശ്യമായ ഘട്ടത്തിൽ അവ രാജ്യത്തിനുള്ളിലേക്ക് എത്തുന്ന വഴികൾ അടയുന്നത് ഉക്രൈന്റെ പ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കും. പാശ്ചാത്യ ലോകത്തിന്റെ സൈനിക സഹായ വിതരണത്തിൽ റൊമാനിയ ഒരു പ്രധാന ഇടനാഴിയായി പ്രവർത്തിക്കുന്നുണ്ട്. റൊമാനിയൻ അതിർത്തി വഴി ഡാന്യൂബ് നദിയിലൂടെ ഉക്രൈനിലേക്ക് എത്തുന്ന ചരക്കുകൾ തടയുന്നതിലൂടെ പാശ്ചാത്യ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താനാണ് മോസ്കോ ശ്രമിക്കുന്നത്. റഷ്യ ഉപയോഗിക്കുന്ന ഡ്രോണുകളും കൃത്യതയുള്ള മിസൈലുകളും തുറമുഖങ്ങളിലെ സംഭരണശാലകൾ, ക്രെയിനുകൾ, ഇന്ധന ടാങ്കുകൾ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒരു തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുന്നതോടെ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ ഇറക്കുന്നതും കയറ്റുന്നതും മാസങ്ങളോളം തടസ്സപ്പെടും. യുദ്ധകളത്തിലെ പോരാട്ടങ്ങൾക്ക് പുറമെ ശത്രുവിന്റെ ലോജിസ്റ്റിക് ശൃംഖലയെ പാടെ തകർക്കുക എന്ന തന്ത്രം ലോകമഹായുദ്ധങ്ങളുടെ കാലം തൊട്ടേ ഉപയോഗിക്കുന്നതാണ്. ഉക്രൈന് ലഭിക്കുന്ന വിദേശ സഹായങ്ങളുടെ വേഗത കുറയ്ക്കുകയോ അവ പൂർണ്ണമായി തടയുകയോ ചെയ്താൽ സായുധ പോരാട്ടത്തിൽ റഷ്യക്ക് എളുപ്പത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുന്ന രീതിയിലാണ് റഷ്യൻ ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമ മേഖലയിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റാൻ ഉക്രൈൻ നിർബന്ധിതരാക്കുമ്പോൾ മുൻനിര യുദ്ധ മേഖലകളിൽ റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ഈ തുറമുഖങ്ങൾ തകരുന്നതോടെ ഉക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതിയും വീണ്ടും സ്തംഭനാവസ്ഥയിലാക്കും. യൂറോപ്യൻ വിപണികളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഉക്രൈനിയൻ ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്ന ഈ പാതകൾ അടയുന്നത് ആഗോളതലത്തിൽ ഭക്ഷ്യപ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും വഴിവെച്ചേക്കാം. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന നൂതന ആയുധങ്ങൾ അതിർത്തി കടന്ന് മുൻനിരയിലെത്താൻ എടുക്കുന്ന സമയം ഇതോടെ വർദ്ധിക്കും. റോഡ് മാർഗം മാത്രമായി ആയുധ വിതരണം പരിമിതപ്പെടുത്തിയാൽ വലിയ അളവിലുള്ള സൈനിക സാമഗ്രികൾ അതിവേഗം എത്തിക്കുക സാധ്യമല്ല. സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം ഡാന്യൂബ് തുറമുഖങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. മോസ്കോ തങ്ങളുടെ വ്യോമാക്രമണ തന്ത്രം വ്യാപിപ്പിക്കുകയും ഉക്രൈൻ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള മറ്റു പ്രധാന റെയിൽ റോഡ് ജംഗ്ഷനുകളെ കൂടി ലക്ഷ്യമിടുകയും ചെയ്തേക്കാം. പാശ്ചാത്യ സഖ്യകക്ഷികൾക്ക് ഉക്രൈന് കൂടുതൽ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ ഈ സംഭവം കാരണമായേക്കാം. എന്നാൽ തുറമുഖങ്ങൾ പോലെയുള്ള വിസ്തൃതമായ പ്രദേശങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുക എന്നത് പ്രായോഗികമായി പ്രയാസകരമാണ്. റഷ്യയുടെ ഈ പുത്തൻ സൈനിക മുന്നേറ്റം ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയെ തന്നെ തിരുത്തി കുറിച്ചേക്കാം. പോരാട്ട വീര്യത്തെക്കാൾ ഉപരിയായി ആയുധ വിതരണവും ലോജിസ്റ്റിക്സും നിർണായകമാകുന്ന ഈ ഘട്ടത്തിൽ വിതരണ പാതകൾ തകരുന്നത് ഉക്രൈന്റെ പ്രതിരോധ തന്ത്രങ്ങളെ വൻതോതിൽ പരീക്ഷണത്തിലാക്കുകയാണ്.
ഇപ്പോൾ ഉക്രൈന്റെ ഡാന്യൂബ് തുറമുഖങ്ങളായ ഇസ്മായിലിനും റെനിക്കും നേരെ റഷ്യ നടത്തുന്ന രൂക്ഷമായ ആക്രമണങ്ങൾ യുദ്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധപാതകൾ തടസ്സപ്പെടുന്നതോടെ ഉക്രൈൻ വലിയൊരു യുദ്ധതന്ത്രപരമായ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ഉക്രൈൻ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് പശ്ചിമേഷ്യൻ യൂറോപ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമാകും.